കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 11ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ അവസാനത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് എക്സലൻസ് കാറ്റഗറിയിൽ പെട്ടതാണ്. അത് നമ്മുടെ ഈ അക്രഡിറ്റേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് 4ാം വർഷം റീ അക്രഡിറ്റേഷന് പോകുമ്പോൾ കണ്ടെത്തിയാൽ മതി, അല്ലെങ്കിൽ പൂർത്തീകരിച്ചാൽ മതി. പക്ഷെ സമൂഹത്തിന് അത് എപ്പോഴും ആവശ്യമാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ഫോർ അഡോളസൻസ് ഫ്രണ്ട്ലി ഹെൽത്ത് കെയർ സർവീസസ് എന്നതാണ് നമ്മുടെ ഈ ഒരു എച്ച് ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. എക്സലൻസ് ആണ്. നമ്മുടെ കുഞ്ഞു ചെറുപ്പക്കാർ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ ഇന്ന് കടന്നു പോകുന്നത്. നമ്മളിന്ന് മയക്കുമരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ അവരാണ് പലപ്പോഴും പ്രതിക്കൂട്ടിൽ. ഇറസ്പോൺസിബിൾ സെക്സ്വൽ ബിഹേവിയറിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും നമ്മൾ അവരെ പലപ്പോഴും പ്രതിക്കൂട്ടിലാക്കാറുണ്ട്. അവരുടെ മാനസികാവസ്ഥയെ നമ്മൾ ഒരു ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡിലാണ് പലപ്പോഴും കാണുക. എന്നാൽ അവർ ഏറ്റവും കൂടുതൽ റെസ്പെക്ട്ഫുൾനെസ് നമ്മുടെ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരെ നമ്മൾ ബഹുമാനത്തോടുകൂടി കാണണമെന്ന് അവരാഗ്രഹിക്കുന്ന, മാനസികമായ പല സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന, പല മെൻ്റൽ ഡിസോർഡറുകളും വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന, ഒരുപാട് പേരാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഏജ് ഗ്രൂപ്പാണത്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ മുതൽ ട്രീറ്റ്മെൻറ്റ്, കൺസൾട്ടേഷൻ, ഇവിടെ എല്ലാം അവരെ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റണം. അവരൊരു കൺസൾട്ടേഷനിൽ കയറുമ്പോൾ അവിടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയണം, സേഫ് മാനറിൽ. ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനം വേണം. ആവശ്യമെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടും സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും, എങ്ങനെയാണ് സമൂഹത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഗൈഡ് ലൈൻസ് കൊടുക്കാനും നമുക്ക് കഴിയണം. സോ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ഉണ്ടാവണം. അവരെവിടെയാ? പീഡിയാട്രിക്സിൽ പോകണോ അതോ ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോകണോ? സോ നമുക്കതിനുള്ള സംവിധാനം ഉണ്ട്. കാരണം അവരുടെ മാനസികാവസ്ഥ, അവരുടെ ബിഹേവിയർ, അവരുടെ ജീവിതശൈലി ഒക്കെ അവരെ പോലും കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. സോ ഈ ഒരു എക്സലൻസ് നമ്മുടെ സമൂഹത്തിൻ്റെ എക്സലൻസിന് ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് ഈ ഒരു COP 11H നമ്മുടെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. The organization provides for adolescents friendly health care services. അവരെ മനസ്സിലാക്കി, ഇഷ്ടത്തോടെ ചേർത്ത് നിർത്തി, മനസ്സിലാക്കി കൊടുത്ത് വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സ്റ്റാഫുകൾ മനസ്സിലാക്കിയിരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. നിർബന്ധമാണ്. ഇവിടെ കോറല്ല, എക്സലൻസ് ആണ്. പക്ഷെ നമ്മുടെ സൊസൈറ്റിക്ക് ഇത് നിർബന്ധമാണ്.